ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ ആദ്യം തന്നെ ഡിസ്ക്ലൈമർ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് ഇതൊരു ടെക്നിക്കൽ അനാലിസിസ് വീഡിയോ ആണ്. ഞാൻ ഇതിലെ പല സ്റ്റോക്സും ഞാൻ ഓൾറെഡി എൻ്റർ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ എൻ്റർ ആവാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്സിൻ്റെ ഒരു ടെക്നിക്കൽ ബ്രേക്ക് ഡൗൺ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് കണക്കാക്കാതെ ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആയിട്ട് കണക്കാക്കി നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് എഡ്ജ് വലുതാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റി ഒന്ന് അനലൈസ് ചെയ്ത ശേഷം സ്റ്റോക്സിലേക്ക് കടക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ കഴിഞ്ഞ 1, 2, 3, 6 ദിവസത്തെ ട്രേഡിംഗ് ഡേയ്സിലെ കാര്യം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി നിഫ്റ്റി അപ്സൈഡ് പോകുകയാണ് ചെയ്തത്. ഈ ഒരു അപ്സൈഡ് മൊമെന്റത്തിന്റെ പല കാര്യങ്ങളും സ്റ്റോക്സിൽ വിസിബിൾ അല്ലായിരുന്നെങ്കിൽ പോലും മാർക്കറ്റിൽ ടോട്ടൽ ഓവറോൾ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. സോ 24,530 എബോവ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു ബുള്ളിഷ് മൊമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാർക്കറ്റിൽ 25,000 അല്ലെങ്കിൽ 25,350 എന്നുള്ള റേഞ്ചിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി മാർക്കറ്റിൽ നിലവിലുണ്ട്. ഓക്കെ, ജസ്റ്റ് 24,540 എന്നുള്ള റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് സ്ട്രെങ്ത് വരുന്നതായിരിക്കും. മറിച്ച് നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി മാർക്കറ്റ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ 23,822 നല്ലൊരു സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യാം. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇവിടെ നിന്ന് അപ്സൈഡ് പോയി മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് ചെയ്തു, ഒന്ന് വീണ്ടും അപ്സൈഡ് പോയി ഒന്ന് പുൾ ബാക്ക് ചെയ്തു, ആൻഡ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വരികയാണ് ഉണ്ടായത്. സോ പിന്നെ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു, ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തി, ആൻഡ് ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് എന്താണ് ചെയ്തത്? മാർക്കറ്റ് തിരിച്ച് നേരെ അപ്സൈഡ് പോവുകയാണ് ഉണ്ടായത്. സോ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ താഴെ വന്നുകൂടി ഞാൻ ചോദിച്ചാൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു 23,822 എന്നുള്ള റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സേഫ് ആയിട്ടിരിക്കും. ഓക്കെ, നമ്മൾ വലിയ പാനിക് ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് 23,819 ഒന്ന് മാർക്കറ്റ് ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് നിഫ്റ്റിയിൽ എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് തിങ്കളാഴ്ച പ്രീ മാർക്കറ്റ് സെഷനിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓൾറെഡി എൻ്റർ ആയിട്ടുള്ള സ്റ്റോക്കാണ് കുറച്ച് ആഴ്ചകളായിട്ട്. അപ്പോൾ അത് ഇനിയും എൻട്രി ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യാണ്. സ്റ്റോക്കിൻ്റെ പേര് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ എന്നാണ് പറയുക. അതൊരു ഓൾ ടൈം ഹൈ റേഞ്ച് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒരു 1273 റേഞ്ച് ആയിരുന്നു. ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത സ്റ്റോക്ക് അപ്സൈഡ് പോവുകയും തിരിച്ച് വീണ്ടും ഈ ട്രെൻഡ് ലൈൻ ടെസ്റ്റിംഗ് നടത്തി വീണ്ടും റിവേഴ്സൽ ഇത് കാണിക്കുകയാണ്. സോ കുറച്ച് ഷോപ്പിയാണ് കേട്ടോ ചെന്നൈ പെട്രോളിയം സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ. റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു, ആ റിസൾട്ടിന്റെ റിയാക്ഷൻ എല്ലാം കഴിഞ്ഞു. മാർക്കറ്റ് ഒരു ചെറിയ സോണിൽ നിന്ന് കളിക്കുകയാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനാണ് മാർക്കറ്റിൽ സപ്പോർട്ട് എടുക്കുന്ന സോൺ. അതായത് 1150 തൊട്ട് 1100 വരെയുള്ള റേഞ്ചാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നത്. പലതവണ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വന്നിട്ട് മാർക്കറ്റ് പല തവണ റെസിസ്റ്റൻസ് എടുക്കുകയാണ്. കണ്ടില്ലേ, ഒരുപാട് തവണ അപ്സൈഡ് പോകുന്നു, തിരിച്ച് വീണ്ടും താഴെ വരുന്നു, വീണ്ടും അപ്സൈഡ് പോകുന്നു, വീണ്ടും താഴെ വരുന്നു. സോ കുറച്ച് ചോപ്പി ആയിട്ട് ഈ സോണിൽ നിൽക്കുകയാണ്. അപ്പം എന്തായാലും 1350 ഈ ഒരു റേഞ്ചിനപ്പോൾ ഞാൻ നല്ലൊരു ബുള്ളിഷ് മൊമെന്റം പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് 1140 അല്ലെങ്കിൽ ഈ റേഞ്ച് മാർക്കറ്റിൽ ഒരു സപ്പോർട്ടായിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ഇതിന്റെ താഴെ പോയാൽ വീക്ക്നെസ്. ഓക്കെ, സിമ്പിളാണ്. ചാർട്ടിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. 1090 റേഞ്ചിന് താഴെ പോയാൽ വീക്ക്നെസ്, അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഇതിൽ ചെന്നൈ പെട്രോളിയം എന്ന സ്റ്റോക്കിൽ ഞാൻ ബുള്ളിഷാണ്. ഓൾ ടൈം ഹൈ 1353 ആണ്. അതായത് എത്ര പെർസെന്റ് ഉണ്ട് ഇനി? ഒരു 6%, 7% മൂവ്മെന്റ് ഇനിയും പെൻഡിങ് ആണ്. ഈ ഒരു ഓൾ ടൈം ഹൈ റീസെന്റ് ഉണ്ടാക്കിയ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു 7% മൂവ്മെന്റ് പെൻഡിങ് ആണ്. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ്ലി വാച്ച് ചെയ്യാം, ചെന്നൈ പെട്രോളിയം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത് ബയോകോൺ ആണ്. ബയോകോൺ ലിമിറ്റഡ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കാം, സ്റ്റോക്കിന്റെ ബേസ് ഏരിയ നമുക്ക് എത്രയാണെന്ന് നോക്കാം. 330 റേഞ്ചാണ് ഈ സ്റ്റോക്കിന്റെ ഒരു ബേസ് ഏരിയ എന്ന് പറയുന്നത്. ഒരു മൾട്ടി ലെവൽ സപ്പോർട്ടാണ്. ഒരുപാട് തവണ ഈ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ള ഒരു സോണാണ് 320 എന്ന് പറയുന്നത്. ശേഷം നിങ്ങൾ നോക്കിയേ മാർക്കറ്റ് എന്താ ഇവിടെ ചെയ്തെന്നുള്ള കാര്യം, മുന്നത്തെ പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ നോക്കാം. ഒരു മുന്നത്തെ സെല്ലിംഗ് ഏരിയ ആയിരുന്നു, റെസിസ്റ്റൻസ്, ഒരു സെല്ലിംഗ് സോൺ ആയിരുന്നു 390 to 400 റേഞ്ച് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്താ ചെയ്തെന്നുള്ള കാര്യം നോക്കാം. ഇവിടെ എത്ര തവണ 390, 400 റേഞ്ചിൽ സ്റ്റോക്ക് ഹ്യൂജ് സെല്ലിംഗ് പ്രഷർ നേരിട്ടു എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. സോ ഇതിലൊരു പ്രധാന പാഠം നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തു എന്നതിൻ്റെ അർത്ഥം ആ സ്റ്റോക്ക് മൂവ് ചെയ്യുമെന്നല്ല, മറിച്ച് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തി താഴോട്ടും പോകാം. കണ്ടില്ലേ, ഈ സ്റ്റോക്ക് ഇവിടെ നല്ല ഗ്രീൻ ക്യാൻഡിലിൽ അപ്സൈഡ് പോയി റീടെസ്റ്റും തന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. അതാണ് ഞാൻ പറയുന്നത്, ഒരു പെർഫെക്റ്റ് സെറ്റപ്പ് എന്നുള്ള കാര്യമൊന്നുമില്ല. മാർക്കറ്റ് എപ്പോഴും നമ്മൾ പല റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യും. കണ്ടില്ലേ, ഇവിടെ ഇത്രയും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്ന ശേഷമാണ് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നത്. സോ സ്റ്റോപ്പ് ലോസ് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് കാര്യം. ആൻഡ് ഇവിടെ നിന്ന് മാർക്കറ്റ് കണ്ടില്ലേ, വീണ്ടും മാർക്കറ്റ് അപ്സൈഡ് പോയി നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു, ഈ ഹൈ ബ്രേക്ക് ചെയ്തു, ആൻഡ് അവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്തു. ആ റീടെസ്റ്റിന്റെ എബോവ് റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്.
സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ 420 റേഞ്ച് ഉണ്ടല്ലോ, ഈ റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഈ റേഞ്ച് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 488 റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ്. കാര്യം ഒരു 15% മൂവ്മെന്റ് കൂടെ കിട്ടിയാൽ അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഒരു 15% ഈ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനായിട്ട് ബയോകോൺ ലിമിറ്റഡ് ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് സപ്പോർട്ട് റേഞ്ചുകളുണ്ട്, ഒന്ന് 390 റേഞ്ചും മറ്റേത് 415 റേഞ്ചും. ഈ രണ്ട് സപ്പോർട്ട് റേഞ്ചിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ സ്റ്റോക്കിൽ ബുള്ളിഷ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ ബയോകോൺ ലിമിറ്റഡ് നിങ്ങൾ എന്തായാലും വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത സ്റ്റോക്ക് ഞാൻ ഓൾറെഡി എൻ്റേർഡ് ആണ്. ഗ്രാസിം എന്നാണ് കമ്പനിയുടെ പേര്. അപ്പം ഗ്രാസിമിൻ്റെ പ്രൈസ് ആക്ഷൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഗ്രാസിം നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നു. ബ്രേക്ക്ഔട്ടിന് ശേഷം ഹ്യൂജ് കൺസോൾട്ടേഷനിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ഓക്കെ, ഹ്യൂജ് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് കൺസോൾട്ടേഷൻ ജൂൺ ജൂലൈ മാസം മൊത്തമായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗ്രാസിം ഇൻഡസ്ട്രീസ്. ഇതിൻ്റെ ഒരു സപ്പോർട്ട് സോൺ 2990 ഞാൻ ഓൾറെഡി ഈ റേഞ്ചിലാണ് എൻ്റർ ആയത്. 3190 റേഞ്ചിലാണ് ഞാൻ എൻ്റർ ആയത്. ബട്ട് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. മാർക്കറ്റ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ 3000 റേഞ്ച് ഒരു സപ്പോർട്ട് സോണായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ തരുവാണ്. ആൻഡ് 3259 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് വളരെ നല്ലൊരു മൂവ്മെന്റ് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മൂവ്മെന്റ് തരാനുള്ള പോസിബിലിറ്റി ഇതിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അത്രയും കൺസോൾട്ടേഷൻ, അത്രയും നല്ലൊരു കൺസോൾട്ടേഷൻ നടക്കുന്നു, അത്രയും നല്ല മികച്ച രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷനിൽ നിന്ന് സ്റ്റോക്ക് എന്ന് വരുമെന്ന് ഒരു ധാരണയില്ല. മേ ബി 1 or 2 വീക്സ് എടുത്തേക്കാം. ബട്ട് ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 3500 3600 റേഞ്ചിലേക്ക് ക്വിക്കായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഗ്രാസിമിൽ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. 3000 ഒരു സപ്പോർട്ടായിട്ട് കണക്കാക്കുന്നു. ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്, വളരെ സേഫ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ലോയിഡ്സ് എഞ്ചിനീയറിംഗ് വർക്കാണ്. ഇതും ഞാൻ ഓൾറെഡി എൻ്റേർഡ് ആണ് ഈ സ്റ്റോക്കിൽ. ഓക്കെ, ലോയിഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത ശേഷം ആ ഒരു ഹൈ റേഞ്ചിന് അബോവ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, കണ്ടില്ലേ, ലോയിഡ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റ് പ്രൈസ് ആക്ഷൻ, ഒരു ചെറിയ റേഞ്ചിൽ, അതായത് 82 തൊട്ട് 94 ഈ രണ്ട് റേഞ്ചിനുള്ളിൽ നിന്ന് മാർക്കറ്റ് കുറച്ചധികം ദിവസമായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റേർഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു സപ്പോർട്ട് സോണായിട്ടൊക്കെ ഇത് ആക്ട് ചെയ്യാം. ഒരു 82 റേഞ്ച് അല്ലെങ്കിൽ 80 റേഞ്ച് ഇതിൻ്റെ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാം. എൻ്റെ ടാർഗറ്റ് 106 ആണ് ഞാൻ വെച്ചേക്കുന്നത്. ഓക്കെ, ഒരു 13% മൂവ്മെന്റ് മിനിമം ഞാൻ നോക്കും. അതിനുശേഷം ഒരു 115 റേഞ്ച് ഞാൻ ഇതിൻ്റെ ടാർഗറ്റായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് റിസ്കി ആയിട്ട് നിൽക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കൺസോൾട്ടേഷൻ നടക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡ് വന്ന് ബയേഴ്സിനെ ഒക്കെ ട്രാപ്പ് ചെയ്ത് സെല്ലിംഗ് പ്രഷർ കൊണ്ടുവന്ന ശേഷം കുറച്ച് ദിവസം വീണ്ടും കൺസോൾട്ടേറ്റ് ചെയ്ത് വീണ്ടും കയറും. ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻസ് ഒക്കെ ഇങ്ങനത്തെ കൺസോൾട്ടേഷനിൽ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം പല തവണയായിട്ട് പ്രൈസ് സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് നടത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ സ്റ്റോക്ക് ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്ത ശേഷം ഒരു നല്ല ബൈയിങ് ക്യാൻഡിൽ തന്നു. ശേഷം എന്താ ഒരു ബെയറിഷ് ക്യാൻഡിൽ തന്നു, രണ്ടാമതൊരു ബെയറിഷ് ക്യാൻഡിൽ തന്നു, ബയേഴ്സിനെയൊക്കെ ട്രാപ്പ് ചെയ്തു, സെല്ലേഴ്സ് എൻ്റർ ആയെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ നിന്ന് വീണ്ടും സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് വീണ്ടും സ്റ്റോക്ക് അപ്സൈഡ് പോയി ഈ ഒരു റേഞ്ച് ബൗണ്ടായിട്ട് ട്രേഡ് ചെയ്യുന്നു. സോ ലോയിഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാൻ കാണിക്കുന്നത് ഗബ്രിയൽ ആണ്. ഇതും ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്, എൻ്റർ ചെയ്ത സ്റ്റോക്കുകളാണ് ഇതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഗബ്രിയലിൻ്റെയും വളരെ സിമിലർ പ്രൈസ് ആക്ഷനാണ്. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് അപ്സൈഡിൽ നിന്ന് ട്രേഡ് ചെയ്യുകയാണ് ആ ഒരു സോണിൽ. അപ്പോൾ 1130 റേഞ്ച് നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഗബ്രിയൽ ഇന്ത്യയുടെ മൂവ്മെൻറ്റ് 1520 മുകളിൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, 1520 മുകളിൽ നല്ല എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു 15% മൂവ്മെൻറ്റ് മിനിമം ഞാൻ ഇതിൽ ഹണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു സ്മോൾ കൺസോൾട്ടേഷൻ വിത്ത് ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വരുന്ന ആഴ്ചകളിൽ ഗബ്രിയൽ ഇന്ത്യ നമുക്ക് വാച്ച് ചെയ്യാം. ഇതിൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള മൂവ്മെന്റ്സും നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഗബ്രിയൽ ഇന്ത്യ ഓക്കെ, ക്രം മാർക്കറ്റ് പ്രൈസ് 1434 റേഞ്ചാണ്. അടുത്ത സ്റ്റോക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് സ്റ്റോക്കാണ്. ഞാനിതിൽ 100 പോയിന്റ്സ് ഓൾറെഡി പ്രോഫിറ്റിലാണ്. ഓക്കെ, IIFL ഫിനാൻസ് ആണ് ഈ സ്റ്റോക്കിന് 550 റേഞ്ചിലാണ് ഇതിൽ എൻ്റർ ആയത്. കണ്ടില്ലേ, വളരെ സിമ്പിൾ പ്രൈസ് ആക്ഷനിലാണ് ഞാൻ ഇതിൽ എൻ്റർ ആയത്. ആൻഡ് 500 റേഞ്ചിൽ ചെറിയ ക്വാണ്ടിറ്റി, 550 ക്വാണ്ടിറ്റി കൂട്ടി. കണ്ടില്ലേ, ഇതിൽ വീക്കിലി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. സോ വീക്കിലിയിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ കാണുക. വീക്കിലി ചാർട്ട് കഴിഞ്ഞ 1 2 3 4 5 6 7 8 വീക്കിലെ ചാർട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, 8 വീക്കിലെ ചാർട്ട് എടുത്തിട്ട് നിങ്ങൾ ശ്രമിക്കുക. കണ്ടില്ലേ, ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ആഴ്ച 1 2 3 4 5 കണ്ടില്ലേ, 5 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിന് 530 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഓക്കെ, 5 ആഴ്ചയായിട്ട് ഇല്ല, വിക്ക് കണ്ടല്ലോ, ഈ വിക്കിന്റെ ഭാഗത്തായിട്ട് 5 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്കിന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ശേഷം എന്ത് സംഭവിച്ചു, ഈ സ്റ്റോക്ക് എന്ത് ചെയ്തു,
സ്റ്റോക്ക് ഈ വിക്ക് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോയി. ആൻഡ് അപ്സൈഡ് പോയ ശേഷം വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് നമുക്ക് ഇവിടെ തന്നു. ഓക്കെ, ആ ക്ലോസിംഗിലാണ് സ്റ്റോക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ എവിടെയായിരിക്കും ഞാൻ ഇനി ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ 558 ഈ റേഞ്ചിന് താഴെ ആയിരിക്കും ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഒരു ട്രailing സ്റ്റോപ്പ് ലോസ് എന്ന നിലയിൽ ഞാൻ ഈ ഒരു 558 അല്ലെങ്കിൽ 560 റേഞ്ച് ഞാൻ വയ്ക്കും. ആൻഡ് എൻ്റെ ടാർഗറ്റ് 674 എന്നുള്ള റേഞ്ച് ആയിരിക്കും. ഓക്കെ, കാര്യം വീക്കിലിയിൽ നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് തന്നു ആൻഡ് അതിൻ്റെ ഫോളോ അപ്പ് മൂവ് തന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ IIFL ഫിനാൻസ് എടുത്തത്. ഇപ്പോൾ ഞാൻ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി ഇനിയും കുറച്ചും കൂടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തിങ്കളാഴ്ച ഇപ്പോൾ ഒരു 600 റേഞ്ചിൽ നല്ല രീതിയിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ വീക്കിലെ മൊത്തം ക്യാൻഡിലിൻ്റെയും അപ്സൈഡിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തു. ഒരു പുൾ ബാക്ക് കിട്ടുന്നതാണെങ്കിൽ വളരെ മികച്ചതായിരിക്കും. അതായത് ഈ ഒരു റേഞ്ചിൽ 580 റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ വളരെ നല്ലൊരു പുൾ ബാക്കായി. ഓക്കെ, അപ്പോൾ 580 റേഞ്ചിലേക്ക് വരുവാണെങ്കിൽ IIFL ഫിനാൻസ് വളരെ നല്ലൊരു പുൾ ബാക്കും കിട്ടിയെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വാച്ച് ചെയ്യുക. ഈ സ്റ്റോക്ക് വരുന്ന ആഴ്ചകൾ ഒരു 3 വീക്സ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക IIFL ഫിനാൻസ്. ഓക്കെ, എന്നിട്ട് പ്രൈസ് ആക്ഷൻ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വീക്ക്ലി ട്രേഡിംഗ് ഡിസിഷനാണ് IIFL ഞാൻ എടുത്തേക്കുന്നത്. അടുത്ത സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ വീക്ക് ഡിസ്കസ് ചെയ്ത് തന്നെയായിരുന്നു. കഴിഞ്ഞ വീക്കല്ല, കഴിഞ്ഞ അങ്ങേ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മുഫിൻ ഗ്രീൻ ഫിനാൻസും വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ കാണുന്നുണ്ട്. ഞാൻ ഓൾറെഡി എൻറ്റേഡ് ആണ് ഈ സ്റ്റോക്കിൽ. 112 റേഞ്ച് വന്നാൽ കുറച്ചും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ബട്ട് 112 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് എത്തിയിട്ടില്ല. വളരെ മികച്ച രീതിയിൽ ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ 144 145 എന്ന് പറഞ്ഞാൽ തന്നെ റെസിസ്റ്റൻസ് ഏരിയയാണ്. ആ സപ്ലൈക്ക് താഴെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. മുൻപ് 1 2 3 4 5 6 7 മോസ്റ്റ്ലി 7 ടൈംസ് ഇന്റൻഷനലി മാർക്കറ്റ് ഈ ഏരിയ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. ഓക്കെ, വീക്ക്ലി ചാർട്ടിലാണ് കാണുന്നത്. 7 തവണ ഈ സ്റ്റോക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. ബട്ട് മാർക്കറ്റ് വീണ്ടും ആ ഒരു അറ്റംപ്റ്റ് നടത്തുകയാണ്. ഫസ്റ്റ് ഒരു 7% മൂവ്മെന്റ് 142 റേഞ്ചും പിന്നെ 158, ഒരു 20% മൂവ്മെന്റ് ടോട്ടലി ഇതിലൊരു സ്കോപ്പ് നിലവിലുണ്ട്. ആൻഡ് 180 200 റേഞ്ചിലേക്ക് പോകാം. ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്തും. ബട്ട് അതിന് ഈ 150 എന്നുള്ള ഒരു സോൺ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, 150 ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിൽ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. പുതിയ ഒരു ടെറിട്ടറി കണ്ടെത്താനായിട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ മുഫിൻ ഗ്രീൻ ഫിനാൻസ് നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് വരുന്ന ആഴ്ചകളിൽ വാച്ച് ചെയ്യുക. അടുത്ത സ്റ്റോക്ക് എൻ്റെ ഫേവറേറ്റ് പ്രൈസ് ആക്ഷൻ നടന്ന സ്റ്റോക്കാണ് സിമ്പിൾ ചാർട്ട്, ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. കണ്ടില്ലേ, 180 റേഞ്ചിൽ വളരെ മികച്ച രീതിയിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നു. 178ലേക്ക് പുൾ ബാക്ക് വന്ന ശേഷം മൂവ് ചെയ്യുകയാണെങ്കിൽ 10% to 15% മിനിമം മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഗെയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ നിങ്ങൾ വരുന്ന ആഴ്ചകളിൽ വാച്ച് ചെയ്യേണ്ട എസ്പെഷ്യലി നല്ല കമ്പനികളിലൊന്ന് ഗെയിൽ ഇന്ത്യയാണ്. അപ്പോൾ ഗെയിൽ ഇന്ത്യ ഈ ഒരു ബ്രേക്ക് ഔട്ട്, ഈ 151 റേഞ്ചിലെ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ മേ ബി നല്ലൊരു ക്യാൻഡിൽസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ഒരു 190 ഫസ്റ്റ് ടാർഗറ്റ്, ശേഷം 200 230 റേഞ്ചിലോട്ടൊക്കെ പോകാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. ഉള്ളതിൽ സ്മാർട്ടായിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ ഇതിലുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യുക, ഗെയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി. ഓക്കെ, ശേഷം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആർക്കെങ്കിലും നമ്മുടെ ട്രേഡിംഗ് ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജും ചെയ്യാവുന്നതാണ്. വളരെ ആക്റ്റീവായിട്ട് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഓക്കെ, സോ താങ്ക് യു.